നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 മെയ് 18 ഞായർ. ദേശാഭിമാനി പുരസ്കാരം ഡോക്ടർ എം ലീലാവതിക്ക് 3 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിക്കും. ഈ വർഷത്തെ ദേശാഭിമാനി പുരസ്കാരം മലയാള നിരൂപണ ശാഖയിലെ ജ്വലിക്കുന്ന സാന്നിധ്യമായ ഡോക്ടർ എം ലീലാവതിക്ക്. സാഹിത്യരംഗത്ത് സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം. ദേശാഭിമാനി ജനറൽ മാനേജർ കെ ജെ തോമസ് എറണാകുളത്തെ വീട്ടിലെത്തി പുരസ്കാര വിവരം അറിയിച്ചു. അതെ, കടുവയെ കിടുവ പിടിക്കുന്നു. കേസ് ഒതുക്കാൻ കൈക്കൂലി. 1-ാം പ്രതി ED അസിസ്റ്റന്റ് ഡയറക്ടർ. ED കൊച്ചി യൂണിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ വിജിലൻസ് കേസെടുത്തു. കശുവണ്ടി വ്യവസായിയോട് ചോദിച്ചത് 2 കോടി രൂപ. അതാണ് ED. കേസൊതുക്കാൻ കശുവണ്ടി വ്യവസായിയിൽ നിന്ന് 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട സംഭവത്തിൽ 1-ാം പ്രതി എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ വിജിലൻസ് കേസെടുത്തു. ഉദ്യോഗസ്ഥരുടെ പങ്ക് സംബന്ധിച്ച മൊഴികൾ, രേഖകൾ, ഫോൺ ശബ്ദരേഖ, ഡിജിറ്റൽ തെളിവുകൾ എന്നിവ വിജിലൻസ് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യും. 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു ബിഷപ്പ്. വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചെന്ന കേസ് ഒത്തുതീർക്കാൻ EDയുടെ കൊച്ചി ഓഫീസിലെ ഉദ്യോഗസ്ഥർ 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന് മോഡേൺ എഡ്യൂക്കേഷൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉടമയും ഭാരതീയ ഓർത്തഡോക്സ് സഭ ബിഷപ്പുമായ ജെയിംസ് ജോർജ്. 2018 ED തനിക്കെതിരെ കേസെടുത്തതെന്ന് ബിഷപ്പ് ജെയിംസ് ജോർജ് പറഞ്ഞു. ബാങ്ക് വായ്പയായ 2.5 കോടി നിക്ഷേപമായി കണക്കാക്കിയായിരുന്നു കേസ്. 1 വർഷം മുമ്പാണ് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടത്. വെല്ലുവിളിച്ച് തരൂർ. കോൺഗ്രസ് വെട്ടിൽ. വിദേശ പര്യടനത്തിനുള്ള സർവകക്ഷി സംഘങ്ങളായി. കോൺഗ്രസ് നൽകിയ പേര് വെട്ടി ശശി തരൂരും 3 പേരെ ഉൾപ്പെടുത്തി. നടപടി വഞ്ചനാപരമെന്ന് കോൺഗ്രസ്. പട്ടികയിൽ കോൺഗ്രസിൽ നിന്ന് 5 പേർ. പഹൽഗാം ഭീകരാക്രമണവും തുടർ സംഘർഷവും ലോകരാഷ്ട്രങ്ങളോട് വിശദീകരിക്കുകയാണ് ദൗത്യം. പാകിസ്ഥാനുമായി ഏറ്റുമുട്ടലുണ്ടായ സാഹചര്യം ലോകരാജ്യങ്ങളോട് വിശദീകരിക്കാനുള്ള സർവകക്ഷി സംഘങ്ങളെ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ശനിയാഴ്ച രാത്രി വൈകി പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജുവാണ് പട്ടിക പുറത്തുവിട്ടത്. പട്ടികയിലേക്ക് കോൺഗ്രസ് നിർദ്ദേശിച്ച 3 പേരെ പുറന്തള്ളി. ശശി തരൂർ, മനീഷ് തിവാരി, അമർ സിംഗ്, സൽമാൻ ഖുർഷിദ് എന്നീ കോൺഗ്രസ് നേതാക്കളെ സർക്കാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയപ്പോൾ ആനന്ദ് ശർമ്മ മാത്രമാണ് കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്നുള്ളത്. ഹൈക്കമാൻഡുമായി ഇടഞ്ഞു നിൽക്കുന്ന 3 നേതാക്കളെ കേന്ദ്ര സർക്കാർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ഇത് അവർ അംഗീകരിക്കുകയും ചെയ്തതോടെ കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമായി. സർവകക്ഷി സംഘത്തിന്റെ ഭാഗമാകും CPIM. പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കാത്തതിൽ വിയോജിപ്പുണ്ടെങ്കിലും വിശാലമായ രാജ്യതാൽപര്യം കണക്കിലെടുത്താണ് തീരുമാനം. വിവിധ രാജ്യങ്ങളിലേക്ക് സർക്കാർ അയക്കുന്ന പ്രതിനിധി സംഘങ്ങളിൽ CPIM പങ്കാളിയാകുമെന്ന് പോളിറ്റ് ബ്യൂറോ അറിയിച്ചു. പഹൽഗാം ആക്രമണവും തുടർ സംഭവങ്ങളും ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ച് ചേർക്കാത്തതിലടക്കം കേന്ദ്ര സർക്കാരിന് പല നിലപാടുകളോടും വിയോജിപ്പുണ്ടെങ്കിലും വിശാലമായ രാജ്യതാൽപര്യം കണക്കിലെടുത്താണ് സംഘത്തിൽ പങ്കാളിയാകുന്നത്. പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ സർക്കാർ വിസമ്മതിച്ചത് ദൗർഭാഗ്യകരമാണ്. കെൽട്രോൺ പുനരുദ്ധാരണത്തിന് 395 കോടി. പ്രൊഫഷണൽ കണക്ട് 2025 മുഖ്യമന്ത്രി പിണറായി വിജയൻ ആമുഖ പ്രഭാഷണം നടത്തുന്നു. ആശങ്ക വേണ്ട, അർജന്റീന വരും. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും ലോക ചാമ്പ്യന്മാരായ അർജന്റീന ടീമും കേരളത്തിൽ എത്തുന്നത് സംബന്ധിച്ച ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. തരൂരിന് വെൽക്കം. കുരുക്കിലായി KPCC. കേന്ദ്ര സർക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് സർവകക്ഷി സംഘത്തെ അയക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ച് KPCC. സർവകക്ഷി സംഘത്തെ നയിക്കാൻ സന്നദ്ധത അറിയിച്ച ശശി തരൂർ MPയുടെ നിലപാടിനെ അഭിനന്ദിച്ച് KPCCയിലെ പ്രമുഖർ രംഗത്ത് വന്നു.
AICC അംഗീകരിച്ച് കേന്ദ്രത്തിന് കൈമാറിയ പട്ടികയിലുള്ളവരെ വെട്ടിയാണ് കേന്ദ്ര സർക്കാർ ശശി തരൂരിനെ BJP സർക്കാർ സർവകക്ഷി സംഘത്തിൻ്റെ തലവനാക്കിയത്. ജയറാം രമേശ് ഉൾപ്പെടെയുള്ള AICC വക്താക്കൾ തരൂരിൻ്റെ തീരുമാനത്തെ വിമർശിക്കുമ്പോഴാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായി KPCC വക്താക്കൾ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. സംഗതി പാളിയെന്ന് മനസ്സിലായതോടെ ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും ദേശീയ പ്രശ്നമാണെന്നും പറഞ്ഞ് നേതാക്കൾ തടി തപ്പി. വികസന വിരുദ്ധത തുടർക്കഥ. UDF എംപിമാർക്ക് യാത്രാ ദുരിതം പ്രശ്നമല്ല. കേരളത്തിൽ റെയിൽ യാത്രാ ദുരിതം ഏറുമ്പോഴും വികസന വിരുദ്ധതയുമായി UDF എംപിമാർ ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ മൂന്നാം പാത ലാഭാരമല്ലെന്നും നിർമ്മിക്കാൻ താല്പര്യമില്ലെന്നും പറഞ്ഞപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താൻ UDF എംപിമാർ തയ്യാറായില്ല. തിരുവനന്തപുരം ഡിവിഷന് കീഴിലെ എംപിമാരുടെ യോഗത്തിലാണ് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ RN സിംഗ് മൂന്നാം പാത നടപ്പാകില്ലെന്ന് പറഞ്ഞത്. പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി CPM സംസ്ഥാന കമ്മിറ്റി അംഗം പ്രദീപ് കുമാറിനെ നിയമിച്ചു. പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന KK രാഗേഷ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയതോടെ വന്ന ഒഴിവിലാണ് നിയമനം. മലയാള മണ്ണ് തൊട്ട് ഉണ്ണിയേട്ടൻ. ലിപ് സിങ്ക് വീഡിയോകളിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട ഉണ്ണിയേട്ടനായി മാറിയ ടാൻസാനിയക്കാരൻ കിലി പോൾ കേരളത്തിൽ. സമൂഹ മാധ്യമങ്ങളിൽ വിപുലമായ ആരാധക വൃന്ദമുള്ള കിലി പോൾ ഏറെക്കാലത്തെ ആഗ്രഹ സാഫല്യമായാണ് മലയാള മണ്ണിൽ കാലുകുത്തിയത്. ശനിയാഴ്ച രാവിലെ 9:30 നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയത്. ആരാധകരെ അറിയിക്കാതെയാണ് എത്തിയതെങ്കിലും വിമാനത്താവളത്തിൽ കിലി പോളിനെ തിരിച്ചറിഞ്ഞവർ ഒപ്പം നിന്ന് ചിത്രമെടുക്കാൻ തിരക്കുകൂട്ടി. ഏറെ ആഗ്രഹിച്ച യാത്രയാണ് സഫലമായതെന്ന് കിലി പോൾ പറഞ്ഞു. കേരളത്തിലെ തനത് ഭക്ഷണം രുചിക്കണം, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പോകണം അദ്ദേഹം പറഞ്ഞു. എലിമെന്റ്സ് ഓഫ് സിനിമയുടെ ബാനറിൽ സതീഷ് തൻവി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അഭിനയിക്കാനാണ് എത്തിയത്. അനാർക്കലി, മരിക്കാർ, അസീസ് നെടുമങ്ങാട്, അൽതാഫ് സലീം, ജോമോൻ ജ്യോതിർ, അന്ന പ്രസാദ് തുടങ്ങിയവരാണ് മറ്റു അഭിനേതാക്കൾ. തന്നെക്കുറിച്ച് ഫീച്ചർ പ്രസിദ്ധീകരിച്ച ദേശാഭിമാനി വാരാന്ത പതിപ്പുമായി കിലി പോൾ. കൊച്ചി വിമാനത്താവളത്തിൽ കടമെടുപ്പിൽ 3300 കോടി കേന്ദ്രം കുറച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിക്ഷേപത്തിനും വായ്പയ്ക്കും ഗ്യാരണ്ടി നിൽക്കുന്നതിൻ്റെ പേരിൽ ഈ വർഷം സംസ്ഥാന സർക്കാരിന് വായ്പ എടുക്കാവുന്ന തുകയിൽ നിന്ന് 3300 കോടി രൂപ കുറച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം സമ്പദ്ഘടനയുമായി വിളക്കിച്ചേർക്കണം മുഖ്യമന്ത്രി. ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല അവയെ സമ്പദ്ഘടനയുമായി വിളക്കിച്ചേർക്കാനുള്ള ഇടപെടൽ കൂടിയാണ് കേരളം നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വീട്ടമ്മമാർക്കുള്ള പെൻഷൻ നടപ്പാക്കും TP രാമകൃഷ്ണൻ. LDFന്റെ വാഗ്ദാനമായ വീട്ടമ്മമാർക്കുള്ള പെൻഷൻ പദ്ധതി സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് നടപ്പാക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ MLA പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ അക്രമം. KSU ജില്ലാ പ്രസിഡന്റ് അറസ്റ്റിൽ. SFI പ്രവർത്തകർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പാനൂർ പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി പോലീസുകാരെ മർദ്ദിച്ച സംഭവത്തിൽ KSU ജില്ലാ പ്രസിഡന്റ് MC അതുലിനെ അറസ്റ്റ് ചെയ്തു. തൊഴിലുറപ്പിൽ 71 കോടി തട്ടി. ഗുജറാത്ത് മന്ത്രിയുടെ മകൻ അറസ്റ്റിൽ. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ 71 കോടിയുടെ തട്ടിപ്പ് നടത്തിയതിന് ഗുജറാത്തിലെ BJP മന്ത്രിയുടെ മകൻ അറസ്റ്റിൽ. കൃഷിമന്ത്രി ബച്ചുഭായ് ഖബാദിന്റെ മകൻ ബൽവന്ത് ഖബാദിനെയാണ് അറസ്റ്റ് ചെയ്തത്. ദാഹോദ് ജില്ലയിലെ താലൂക്ക് വികസന ഓഫീസർ ദർശൻ പട്ടേൽ അടക്കം മറ്റ് 5 പേർ കൂടി അറസ്റ്റിലായി. ബച്ചുഭായ് ഖബാദിന്റെ രണ്ടാമത്തെ മകൻ കിരണും കേസിൽ പ്രതിയാണ്. ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല.